ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ വാർത്ത മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. വചനം ഒന്നുകൂടെ പറയാം. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഉയർത്തവനെ കണ്ടു കഴിഞ്ഞ് അതൊരാരാധനയായി മാറുകയാണ്. ഉയർപ്പിൻ്റെ കൃപയിലേക്ക് നിങ്ങളെ ദൈവം കൂട്ടിക്കൊണ്ടുവരികയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് പോകുന്നത്? ഉയർപ്പ് നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? വർജിച്ചതെല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണോ? ഉപേക്ഷിച്ചതെല്ലാം തിരികെ എടുത്തേക്കാമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണോ? ആണോ? നമ്മുടെ വർജന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ ഉപേക്ഷിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ വേണ്ട എന്ന് വെച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരാധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്തൊരു വ്യത്യസ്തമായ ഈസ്റ്റർ ആഘോഷമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഈസ്റ്റർ ആഘോഷം എവിടെ നിൽക്കുന്നു? എങ്ങനെയാണ് ഇവിടെ ഈസ്റ്റർ ആഘോഷം നടക്കുന്നത്? അവർ അവനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഈസ്റ്റർ ആഘോഷം ഭവനത്തിൽ ആരാധനയ്ക്കിടെ ഉള്ള അവസരമായി മാറട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ കൃപകളൊക്കെ ആരാധനയിലേക്ക് നമ്മുടെ കൊണ്ടുപോകട്ടെ. ഉറങ്ങി അലസമായിരിക്കാനുള്ള മണിക്കൂറല്ല, മതിമറന്ന് തിന്നുകുടിച്ച് ആനന്ദിക്കാനുള്ള അവസരമല്ല, വേണ്ട എന്ന് വെച്ചതൊക്കെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള, എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസിൻ്റെ സമയമല്ല, പിന്നെയോ ആരാധിക്കേണ്ട മണിക്കൂറാണ് ഈസ്റ്റർ ദിനം. ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അഭിഷേകമാണ് ഭവനത്തിൽ നിറയേണ്ടത്, കുടുംബങ്ങളിൽ നിറയേണ്ടത്. ഈസ്റ്റർ ആഘോഷം ഒരാരാധനയാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ ആശംസകൾ. ഗോഡ് ബ്ലെസ് യു.